നമസ്തേ. ഞാൻ ഡോക്ടർ ടി.എൻ. സുധാകരൻ നായർ, പ്രണാമം ഹോസ്പിറ്റൽ പോയി. ഞാൻ ഇടയ്ക്കിടയ്ക്ക് എൻ്റെ യൂട്യൂബ് ചാനലിൽ ആരോഗ്യ സംബന്ധമായ വിഷയങ്ങളെ അധികരിച്ച് ചെറിയ ചെറിയ പ്രഭാഷണങ്ങൾ നടത്താറുണ്ട്. പൊതുജനങ്ങളുടെ അറിവിലേക്കും എന്നെ കാണാൻ വരുന്ന പേഷ്യൻസിന് അവബോധം സൃഷ്ടിക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ ഈ ഇത് തുടങ്ങിയിരിക്കുന്നത്. ഇന്ന് ഞാൻ ഇടാൻ പോകുന്നത് ഹാർട്ട് ട്രാൻസ്പ്ലാന്റേഷൻ അല്ലെങ്കിൽ ഹൃദയം മാറ്റിവെക്കുന്ന ശസ്ത്രക്രിയയെക്കുറിച്ച്, അതായത് അതിൻ്റെ ചില കാര്യങ്ങൾ ജനങ്ങളുടെ അറിവിലേക്ക്, ടെക്നിക്കൽ ഡീറ്റെയിൽസ് ഒന്നുമല്ല, ഹൃദയം മാറ്റിവെക്കുന്നത് എന്തിനാണ്, അതെങ്ങനെയാണ് ചെയ്യുന്നത്, അതിനെപ്പറ്റി ഏതാനും ചില കാര്യങ്ങൾ നിങ്ങളുടെ അറിവിലേക്കായി പറയാനാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ഉദ്ദേശിക്കുന്നത്. ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആ സബ്സ്ക്രൈബ് ചെയ്യുന്ന ബട്ടൻ്റെ അടുത്തൊരു ബട്ടണുണ്ട്, ബെൽ ബട്ടൺ. അത് അമർത്തിയാൽ ഞാനെടുത്ത പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് കിട്ടും. അപ്പോൾ ഹാർട്ട് ട്രാൻസ്പ്ലാന്റേഷനെ പറ്റിയാണ് ഞാനിന്ന് പറയാം. അതിൻ്റെ ചരിത്രവും അതിൻ്റെ പശ്ചാത്തലത്തിനെ പറ്റിയാണ് ഞാനിന്ന് കൂടുതൽ പരാമർശിക്കാൻ ഉദ്ദേശിക്കുന്നത്. പണ്ട് കാലത്ത് നമ്മൾ ധരിച്ചു വെച്ചിരുന്നത് നമ്മുടെ മനസ്സെന്ന് പറയുന്നത് ഹൃദയത്തിലാണ്, സ്നേഹം ഇരിക്കുന്നത് ഹൃദയത്തിലാണ്. ഹൃദയത്തിന് അമിതമായ പ്രാധാന്യം സാഹിത്യകാരന്മാരെല്ലാം കൊടുത്തിട്ടുണ്ട്. കവിതകളിലൊക്കെ പ്രേമം എന്ന് പറയുന്നത് ഹൃദയത്തിനാണ്, സിമ്പിളാണ്. എന്നാൽ ശാസ്ത്രം മനസ്സിലാക്കിയത് ഹൃദയം എന്ന് പറയുന്നത് അങ്ങനെയൊന്നുമില്ല. ഹൃദയം എന്ന് പറയുന്നത് വെറും ഒരു മെക്കാനിക്കൽ പമ്പാണ്. ഹൃദയം, അതായത് നമ്മുടെ ശരീരത്തിൽ ശുദ്ധരക്തം ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തോട്ടും എത്തിക്കുകയും അശുദ്ധരക്തം ഹൃദയത്തിൽ സ്വീകരിച്ച് അത് ശ്വാസകോശത്തിലോട്ട് കൊടുത്ത് അത് ശ്വാസകോശം ശുദ്ധീകരിച്ച് വീണ്ടും ഹൃദയത്തിൻ്റെ ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവരികയും അവിടെ മുകളിലത്തെ ചേമ്പറിൽ കൊണ്ടുവരിക, അവിടെ താഴത്തെ ചേമ്പർ വഴി വീണ്ടും ശരീരത്തിൻ്റെ നാനാഭാഗത്തും എത്തിക്കുന്ന രക്തചംക്രമണം. അതാണ് ഈ ഹൃദയത്തിൻ്റെ മെയിൻ ജോലി. ഹൃദയം എന്ന് പറയുന്നത് ഒരു മസിൽ കൊണ്ടുണ്ടാക്കിയ ഒരു മെക്കാനിക്കൽ പമ്പ് മാത്രമാണ്. അതിന് ഒരുപാട് കൺട്രോളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ നമ്മൾ ഹൃദയ സംബന്ധമായ പല ഓപ്പറേഷൻസും ചെയ്യുമ്പോൾ തന്നെ താൽക്കാലികമായി ഹൃദയത്തിൻ്റെ പ്രവർത്തനം നമ്മൾ ഹാർട്ടിലങ്ങ് മെഷീൻ ബൈപ്പാസ് ചെയ്ത് കൊടുക്കാറുണ്ട്. ഉദാഹരണം, ഓപ്പൺ ഹാർട്ട് സർജറിയൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ ഈ രക്തക്കൊഴലുകൾ ക്ലാമ്പ് ചെയ്ത് ഈ മെഷീനിലോട്ട് കൊടുത്താൽ കുറച്ച് നേരത്തേക്ക്, ഇപ്പോൾ ഓപ്പറേഷൻ ചെയ്യാൻ 1-2 മണിക്കൂറുള്ള സമയത്ത് ആ ഹൃദയത്തിൻ്റെ പ്രവർത്തനം ഈ ഹാർട്ടിലങ്ങ് മെഷീൻ ഏറ്റെടുക്കും താൽക്കാലികമായിട്ട്. അപ്പം അപ്പോൾ മനസ്സിലാക്കാം, ഇത് ഹൃദയം എന്ന് പറയുന്നത് വെറും ഒരു പമ്പ് മാത്രമാണ്. അപ്പോൾ ഒരാളിൻ്റെ ഹൃദയത്തിന് എന്തെങ്കിലും തകരാറ് വന്ന് അതായത് യാതൊരു കാരണവശാലും ആ ഹൃദയം പ്രവർത്തിക്കാൻ പറ്റത്തില്ല, അതിൻ്റെ മോർട്ടാലിറ്റി 90% കൂടുതലാണ്, ആ ഹൃദയം വെച്ച് അയാൾക്ക് ജീവിക്കാനുള്ള സാധ്യത 10% ഉണ്ടെങ്കിൽ നമുക്ക് ആലോചിക്കാനുള്ള ഒരു മാർഗമാണ് ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ. പക്ഷേ ഒരാൾക്ക് ഒരു ഹൃദയമേ ഉള്ളൂ, അതുകൊണ്ട് ഇപ്പോൾ എൻ്റെ ഹൃദയം വേറൊരാൾക്ക് കൊടുക്കാൻ പറ്റില്ല. അപ്പം ഈ ബ്രെയിൻ ഡെത്ത്, അതായത് സിവിയർ ഒരു ആക്സിഡൻ്റൊക്കെ വന്ന് തലച്ചോറ് സംബന്ധമായ ഹെഡ് ഇഞ്ചുറി വന്നു, തലച്ചോറിനകത്ത് സിവിയർ ഇഞ്ചുറി വന്ന് അല്ലെങ്കിൽ തലച്ചോറിനകത്ത് ബ്ലീഡിങ് വന്ന് പേഷ്യൻ്റ് അബോധാവസ്ഥയിലാണ്. അങ്ങനെയുള്ള സമയത്ത് ബ്രെയിൻ ഡെത്ത് എന്ന് പറഞ്ഞൊരു കണ്ടീഷനുണ്ട്. ഞാൻ ബ്രെയിൻ ഡെത്തിനെ പറ്റിയും കോമയെ പറ്റിയും ഇതിന് മുമ്പ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പം ബ്രെയിൻ ഡെത്ത് വന്നു കഴിഞ്ഞാൽ പിന്നെ ആ പേഷ്യൻ്റ് രക്ഷപ്പെടാനുള്ള സാധ്യത 0.1% പോലും ഇല്ല. അതിപ്പം 3 ഡോക്ടേഴ്സ് സർട്ടിഫൈ ചെയ്ത് ഈ പേഷ്യൻ്റ് ബ്രെയിൻ ഡെത്ത് ആണെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ആ പേഷ്യൻറ്റിൻ്റെ ബൈസ്റ്റാൻഡേഴ്സിൻ്റെ അനുവാദത്തോടു കൂടി അദ്ദേഹത്തിൻ്റെ അവയവങ്ങൾ നമുക്ക് എടുക്കാം. അപ്പം അങ്ങനെ ആണ് ഹൃദയം കിട്ടുന്നത്. അതായത് ലിവിങ് ആയിട്ടുള്ള ഹൃദയം കിട്ടാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ഒരു ഡൈയിങ് പേഷ്യൻ്റ്, ബ്രെയിൻ ഡെത്ത് ആയിട്ടുള്ള ഒരു ഡോണറിൽ നിന്ന് നമ്മുടെ ശരീരത്തിൽ പറ്റി യോജിച്ച ഹൃദയം ലഭ്യമാക്കണം. അതുകൊണ്ടാണ് ഹൃദയ ശസ്ത്രക്രിയയ്ക്ക് അത്ര വലിയ പ്രചാരമില്ലാത്തത്. എങ്കിൽ പോലും പിന്നീട് ഇതിൻ്റെ ചരിത്രത്തിലോട്ട് നമുക്കൊന്ന് കിടക്കാം. അത് എൻഡ് സ്റ്റേജ് ഹാർട്ട് ഡിസീസ്, അതായത് ഇനി ആ ഹാർട്ട് ഡിസീസിന് മെഡിസിൻ പരമായി യാതൊരു ചികിത്സയും ലഭ്യമല്ലാത്ത എൻഡ് സ്റ്റേജ് ഹാർട്ട് ഡിസീസ് ആണ് നമ്മൾ ഈ ഹൃദയം മാറ്റിവെക്കുന്നത്. അത് പേഷ്യൻറ്റിൻ്റെ കയ്യിൽ നിന്ന് കിട്ടുമെന്ന് വെച്ചാൽ ഡൈയിങ് പേഷ്യൻ്റെ കയ്യിൽ നിന്ന് കിട്ടും, ബ്രെയിൻ ഡെത്തായ പേഷ്യൻ്റെ കയ്യിൽ നിന്ന് കിട്ടും. അപ്പം നമ്മൾ ഈ വർഷം തോറും 5000-ൽ പരം ഹാർട്ട് ട്രാൻസ്പ്ലാന്റേഷൻ നടക്കുന്നുണ്ടെന്നാണ് കണക്ക്. അതിൽ ഒരു 3000-ൽ പരം ഓപ്പറേഷൻസ് നടക്കുന്നത് അമേരിക്കയിലാണ്. ഇപ്പോഴും ആവറേജ് സർവൈവൽ റേറ്റ് പണ്ടൊക്കെയാണെങ്കിൽ വളരെ കുറവായിരുന്നു, 15 വർഷം വരെ ഉണ്ട്. 15 വർഷം വരെയുള്ള സർവൈവൽ റേറ്റ് ഉണ്ട്. അത് ശരിക്കും പറഞ്ഞാൽ അതൊരു ക്യൂറല്ല, അതൊരു ലൈഫ് സേവിങ് മെഷറായിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അതിൻ്റെ ഹിസ്റ്ററിയിലോട്ട് കിടക്കാം. 1907-ൽ തന്നെ സൈമൺ ഫ്ലക്സ്നർ എന്ന് പറയുന്ന ഒരു പത്തോളജിസ്റ്റ് പറഞ്ഞു, ഹൃദയം എന്ന് പറയുന്നത് ഒരു മെക്കാനിക്കൽ പമ്പാണ്, ഇത് വേണമെങ്കിൽ നമുക്ക് മാറ്റിവെക്കാൻ പറ്റും എന്ന് ആദ്യമായി ഹൃദയം മാറ്റിവെക്കുന്നതിനെ പറ്റി ഒരു പരാമർശം നടത്തിയത്
ടെൻഡൻസീസ് ഇൻ പത്തോളജി എന്ന് പറയുന്ന ഒരു പേപ്പറിൽ സൈമൺ ഫ്ലെക്സ്നർ 1907 തന്നെ പ്രവചിച്ചിരുന്നു ഹൃദയത്തിന് മാറ്റിവെക്കാൻ പ്രൊവിഷനുണ്ട്, പിൽക്കാലത്ത് ഭാവിയിൽ ഹൃദയം മാറ്റിവെക്കപ്പെടാൻ സാധ്യതയുണ്ട് എന്ന് അങ്ങനെ പറഞ്ഞു. അത് കഴിഞ്ഞ് 1964 ജെയിംസ് ഡി ഹാർഡി എന്ന് പറയുന്ന ആള് ജാനുവരി 24 ഒരു ചിമ്പൻസിയുടെ ഹൃദയം ഒരു പേഷ്യൻറ്റിന് വെച്ചു ട്രയൽ നടത്തി നോക്കി. അതായത് മരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പേഷ്യൻ്റ്, അത് ഓപ്പറേഷൻ ചെയ്തില്ലെങ്കിൽ മരിക്കും, അങ്ങനെയുള്ളൊരു പേഷ്യൻറ്റിന് ഒരു ചിമ്പൻസി എന്ന് വെച്ചാൽ ഒരാൾക്കുരങ്ങൻ്റെ ഹൃദയം എടുത്ത് വെച്ച് ഏറ്റവും അങ്ങനെ കൽപ്പനമായിരുന്നു 60 മിനിറ്റ് തൊട്ട് 90 മിനിറ്റ് വരെ ഈ ഹൃദയം പ്രവർത്തിച്ചു. അപ്പം ഇങ്ങനൊരു വകുപ്പുണ്ട്. അതായത് ഒരു മൃഗത്തിൽ നിന്നൊരു ഹൃദയം എടുത്ത് വെച്ചിട്ട് പോലും 60 തൊട്ട് 90 മിനിറ്റ് വരെ ആ പേഷ്യൻ്റ് ജീവിച്ചിരുന്നു. അത് വലിയൊരു നേട്ടമായി. അപ്പോൾ 1967 ഒരു മനുഷ്യന് അതോടുള്ള പരീക്ഷണങ്ങൾ മൃഗങ്ങളിൽ നിന്നുള്ള ഹൃദയമൊക്കെ എടുത്ത് ഒരുപാട് പേര് ചെയ്തിട്ടുണ്ട്. പക്ഷെ അതൊന്നും ചരിത്ര സംഭവമാക്കിയിട്ടില്ല. പക്ഷേ ക്രിസ്ത്യൻ ബെർണാഡ് എന്ന് പറയുന്ന ഡോക്ടർ 1967 ഡിസംബർ 3 പിന്നീട് ഗ്രൂട്ട് സ്കൂൾ ഹോസ്പിറ്റൽ അവിടെ ഒരു പേഷ്യൻറ്റിന് ലൂയി വാഷ്കൻസ്കി എന്ന് പറയുന്ന ഒരു പേഷ്യൻറ്റിന് യഥാർത്ഥത്തിൽ ഹൃദയം മാറ്റിവെച്ചു, ഹൃദയ ശസ്ത്രക്രിയ നടത്തി. പക്ഷേ അന്ന് ഈ റിജക്ഷനെതിരായിട്ടുള്ള മരുന്നുകളൊന്നും കണ്ടുപിടിച്ചിട്ടില്ല. സൈക്ലോസ്പോറിൻ എന്ന് പറയുന്ന മരുന്നാണ് ഇപ്പം നമ്മൾ കൊടുക്കുന്നത്. ആ മരുന്ന് അന്ന് കണ്ടുപിടിച്ചിട്ടില്ല. അതുകൊണ്ട് ആ പേഷ്യൻറ്റ് 18 ദിവസം മാത്രമേ ജീവിച്ചിരുന്നു. കാര്യം 18 ദിവസം വന്നപ്പം ആ പേഷ്യൻ്റെ ഗ്രൂപ്പിലുള്ള ഹൃദയം തന്നെ കിട്ടിയെങ്കിലും റിജക്ഷനാണ്. ആ റിജക്ഷൻ ഇമ്മ്യൂണോ സപ്രസൻ്റെ മരുന്നെന്ന് വന്ന് അത്ര പോപ്പുലർ അല്ലായിരുന്നു. അപ്പോൾ 1983 ഈ സൈക്ലോസ്പോറിൻ എ എന്ന് പറയുന്ന മരുന്ന് കണ്ടുപിടിച്ചത്. അത് കണ്ടുപിടിച്ചതിന് ശേഷം അതും സ്റ്റീറോയിഡും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് റിജക്ഷൻ ഒരു പരിധി വരെ കുറയ്ക്കാമെന്ന് കണ്ടുപിടിച്ചത്. അതിന് ശേഷമാണ് 1983 ശേഷമാണ് ഈ ഹാർട്ട് ട്രാൻസ്പ്ലാന്റേഷൻ കൂടുതലായിട്ട് ചെയ്തത്. 1988 ഒരു ഡോക്ടർ ഹാർട്ട് ലങ് ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്തിട്ടുണ്ട്. ഹാർട്ടും ഹൃദയവും ശ്വാസകോശവും കൂടെ ഒരുമിച്ച് ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് അതിൻ്റെ ചരിത്രത്തിൽ 1967 തൊട്ട് യഥാർത്ഥത്തിൽ മനുഷ്യൻ്റെ ഹൃദയം മാറ്റിവെക്കാനുള്ള പരിപാടികൾ പല സ്ഥലത്തും തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഹൃദയം മാറ്റിവെക്കാൻ പറ്റാത്ത ചില കണ്ടീഷൻസ് അതുകൂടെ നോക്കാം. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ ചുമ്മാ ഒരാളിനൊരു ഹൃദയത്തിൻ്റെ മാത്രം കുഴപ്പമാണെങ്കിൽ മാത്രമേ ഹൃദയം മാറ്റിവെച്ചിട്ട് പ്രയോജനമുള്ളൂ. ആ പേഷ്യൻ്റ് ഇപ്പോൾ കിഡ്നി ഫെയിലിയർ ഉണ്ട്, അല്ലെങ്കിൽ ലങ്സിന് എന്തെങ്കിലും തകരാറുണ്ട്, അല്ലെങ്കിൽ ലിവർ ഡിസീസ് ഉണ്ട്, സിറോസിസ് ലിവർ, അങ്ങനെ കിഡ്നി, ലങ്സ്, ലിവർ ഈ 3 അവയവങ്ങളും പ്രവർത്തനക്ഷമമാണ്. അതിന് യാതൊരു കുഴപ്പവും കാണരുത്. എനിക്ക് മാത്രമേ ഇത്രയും വലിയൊരു ഓപ്പറേഷൻ ചെയ്തിട്ട് കാര്യമുള്ളൂ. 2 ലൈഫ് ത്രെട്ടണിങ് ഇൻഫെക്ഷൻസ്, ഉദാഹരണം HIV ഇൻഫെക്ഷൻ ഉണ്ട്, എയ്ഡ്സ് ഉള്ള പേഷ്യൻ്റാണ്, അല്ലെങ്കിൽ ഹെപ്പറ്റൈറ്റിസ് B ഉണ്ട്, അല്ലെങ്കിൽ വേറെ ട്യൂബർക്ലോസിസ് ഉണ്ട്, അങ്ങനെയുള്ള ഇൻഫെക്ഷൻസ് ഉള്ള പേഷ്യൻ്റ് യാതൊരു കാരണവശാലും ഹൃദയം മാറ്റിവെക്കാൻ പറ്റുന്നില്ല. അതുപോലെ വാസ്കുലാർ ഡിസീസ്, അതായത് ആർട്ടീരിയോസ്ക്ലെറോസിസ് അല്ലെങ്കിൽ ആർട്ടറിക്കൊക്കെ കെയറുണ്ട്, കാലിലെയും കഴുത്തിലെയൊക്കെ രക്തക്കൊള്ളിലൊക്കെ കെയറുള്ള പേഷ്യൻ്റ് ചെയ്യാൻ പറ്റത്തില്ല. അതുപോലെ ഹൈ പൾമണറി ആർട്ടറി റെസിസ്റ്റൻസ്, പൾമണറി ഹൈപ്പർ ടെൻഷൻ ഉള്ള പേഷ്യൻ്റ് ഇത് ചെയ്തിട്ട് കാര്യമില്ല. പിന്നെ ഇത് അബ്സല്യൂട്ട് കോൺട്രാഇൻഡിക്കേഷൻ, ഈ ചെയ്തുകൂടാത്ത ചില ഒരു സക്സസ് ആവാൻ സാധ്യതയില്ല എങ്കിൽ ചില ട്രൈ ചെയ്യും. ഉദാഹരണം സിവിയർ ഡയബറ്റീസ് ഉള്ള പേഷ്യൻറ്റിന് ചെയ്തിട്ട് വലിയ കാര്യമില്ല. അതുപോലെ ഒരിക്കൽ സ്ട്രോക്ക് വന്ന പേഷ്യൻറ്റിന് പിന്നെ ചെയ്തിട്ട് കാര്യമില്ല. സിവിയർ ഒബീസിറ്റി ഉള്ള പേഷ്യൻറ്റിന് ചെയ്തിട്ട് കാര്യമില്ല. ഒബീസിറ്റി എന്ന് വെച്ചാൽ അമിതവണ്ണം. പിന്നെ 65 വയസ്സിന് മുകളിലുള്ളവർക്ക് സാധാരണ ചെയ്യാറില്ല. പിന്നെ ഡ്രഗ് അബ്യൂസേഴ്സ് ഈ ലഹരി മരുന്നൊക്കെ ഉപയോഗിക്കുന്നവർക്ക് ചെയ്യാൻ പാടില്ല. ഇനി ഈ അടുത്ത കാലത്തുള്ള പ്രോഗ്നോസ് നോക്കിയാൽ 1 ഇയർ സർവൈവൽ റേറ്റ്, അതായത് ഹാർട്ട് ട്രാൻസ്പ്ലാന്റ് ചെയ്ത് 1 വർഷം വരെ ജീവിച്ചിരിക്കുന്ന 88% പേര് 1 വർഷം എന്തായാലും ജീവിച്ചിരിക്കും. 5 കൊല്ലം വരെ ജീവിച്ചിരിക്കുന്ന 79%ഉണ്ട്. 3 കൊല്ലം വരെ ജീവിച്ചിരിക്കുന്ന 79%ഉണ്ട്. 5 കൊല്ലം ജീവിച്ചിരിക്കുന്ന 73%ഉണ്ട്. പക്ഷേ ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് കണക്കനുസരിച്ച് 15 വർഷം വരെ ജീവിച്ചിരിക്കുന്ന ഒരു 80% ആളുകൾ പല സെൻറ്ററിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇനി എപ്പോഴൊക്കെയാണ് നമ്മൾ ഈ ഹാർട്ട് ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യുന്നതിനെ പറ്റി ആലോചിക്കുന്നത്? ഒന്ന് ഞാൻ പറഞ്ഞു, ഹാർട്ടിനെ കൊണ്ട് ഈ പ്രയോജനമില്ല, ഹാർട്ട് ഫെയിലിയർ ആയിപ്പോയി, ഹാർട്ടിന് പ്രവർത്തിക്കുന്നില്ല, ഹാർട്ടിൻ്റെ മാറ്റിവെച്ചില്ലെങ്കിൽ അയാൾ ജീവിച്ചിരിക്കത്തില്ല, അയാളുടെ ഏതാനും മാസങ്ങൾ മാത്രമേ ആ അവസ്ഥ. ഉദാഹരണം കാർഡിയോമയോപ്പതി എന്ന് വെച്ചാൽ ഹാർട്ട് ക്രമാതീതമായി വലുതാവുകയും ഹാർട്ട് ഫെയിലിയർ വരികയും ഹൃദയത്തിന് പേഷ്യൻറ്റിന് ഭയങ്കരമായ ശ്വാസം മുട്ടും കിതപ്പും നടക്കാൻ പോലും പറ്റാത്ത അവസ്ഥ വരുന്നതാണ് കാർഡിയോമയോപ്പതി. അതുപോലെ സിവിയർ കൊറോണറി ആർട്ടറി ഡിസീസ്, മയോകാർഡ് ഇൻഫാർഷനൊക്കെ വന്ന് ഹാർട്ട് കേടായിപ്പോയി, അങ്ങനെയുള്ള കണ്ടീഷൻസ്. പിന്നെ വാൽവുലാർ ഹാർട്ട് ഡിസീസ്, അയോട്ടിക് വാൽവ്, മൈട്രൽ വാൽവ്, അങ്ങനെയുള്ള ടൈക്കസ് വാൽവുലാർ ഹാർട്ട് ഡിസീസ് വന്നിട്ട് ഹാർട്ട് കേടായി പോവുക.
പിന്നെ ജനിച്ചപ്പോഴേ ഹാർട്ട് ഡിസീസുള്ള പേഷ്യൻറ്റ്, കൺജനിറ്റൽ ഹാർട്ട് ഡിസീസുള്ള ആളുകൾക്ക് ആണ് വേറെ. പിന്നെ അടുത്തത് ഇത് നമുക്കൊരു ഡോണറെ കിട്ടണം. ആ ഡോണർക്ക് വേണ്ട ചില ക്വാളിഫിക്കേഷൻസ് ഉണ്ട്. ഡോണർ എന്ന് പറഞ്ഞാൽ 45 വയസ്സിൽ താഴെ ആയിരിക്കണം ആ ഡോണർ. ആണോ പെണ്ണോ? പെണ്ണുങ്ങളാണെങ്കിൽ 50 വയസ്സിൽ താഴെ ആയിരുന്നാലും മതി. പിന്നീട് 45 വയസ്സിൽ താഴെയുള്ള മെയിൽ ആൻഡ് 50 വയസ്സിൽ താഴെയുള്ള സ്ത്രീകളായിരിക്കണം. അവരുടെ വെയിറ്റ് ഒരുപാട് അമിത വെയിറ്റ് ആകാൻ പാടില്ല. മറ്റേ ആളിൻ്റെ വെയിറ്റുമായിട്ട്, അതായത് റെസിപ്പിയൻറ്റ്, ഈ ആൾക്കാണോ ഹാർട്ട് കൊടുക്കേണ്ടത് ആ ആളിൻ്റെ വെയിറ്റുമായിട്ട് ഒരു 25% വെയിറ്റ് കൂടുതലും കളയാനും പാടില്ല. പിന്നെ ABO കോമ്പാറ്റബിലിറ്റി, എ ഗ്രൂപ്പ് ആണെങ്കിൽ എ ഗ്രൂപ്പ്, പിന്നെ ബി ഗ്രൂപ്പാണ്, അതായത് ABO ആ ഗ്രൂപ്പുകളിലുള്ള സെയിം ഗ്രൂപ്പ് ആയിരിക്കണം. പിന്നെ ആ പേഷ്യൻ്റെ ECG നോർമൽ ആയിരിക്കണം ഡോണറിൻ്റെ. പിന്നെ ചെസ്റ്റ് എക്സ്റേ എടുത്ത് നോക്കുമ്പോൾ നോർമൽ ആയിരിക്കണം. ബ്രെയിനിന് മാത്രമേ കുഴപ്പം കാണുള്ളൂ. അതായത് മിക്കവാറും ഹെഡ് ഇഞ്ചുറിയും ഈ ബ്രെയിൻ, അപ്പം മറ്റ് ഇഞ്ചുറികളൊക്കെ കാണാൻ സാധ്യതയുണ്ട്. അതായത് ഹാർട്ടിനോ ലങ്സിനോ ഇഞ്ചുറി വല്ലതും ഉള്ള പേഷ്യൻ്റാണെങ്കിൽ അത് പാടില്ല. പിന്നെ പേഷ്യൻറ്റിന് HIV നെഗറ്റീവ് ആയിരിക്കണം. നമ്മൾ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ചെയ്യാൻ നേരത്തെ എന്തൊക്കെ ടെസ്റ്റ് ചെയ്യുമോ അതെല്ലാം ടെസ്റ്റ് ചെയ്ത് നോക്കണം. പേഷ്യൻ്റ് യാതൊരു കാരണവശാലും കൊറോണറി ഡിസീസ് വന്നിരിക്കാൻ സാധ്യത കാണാൻ പാടില്ല. പിന്നെ നമ്മൾ എല്ലാ ടെസ്റ്റുകളുമൊക്കെ ചെയ്യണം. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്കിത് ഓപ്പറേഷൻ എങ്ങനെയാണ് ചെയ്യണമെന്നുള്ളതിൻ്റെ ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിൾ മാത്രം ഞാൻ പറഞ്ഞുതരാം. ആദ്യം ഈ ഡോണർ ഹൃദയം മാറ്റിവെക്കണമെന്ന് തീരുമാനിച്ചാൽ തന്നെ അതിൽ വെയിറ്റിംഗ് ലിസ്റ്റിലായിരിക്കും വിട്ടേക്കണം. നമുക്ക് ഇന്ന ദിവസം ഹൃദയം കിട്ടുമെന്ന് പറഞ്ഞിട്ടില്ല. നമുക്കറിയാം അടുത്ത കാലത്ത് ഒരു പ്രാവശ്യം ഈ ട്രിവാൻഡ്രത്ത് നിന്ന് എയർ ആംബുലൻസ് വെച്ച് 1.25 മണിക്കൂറുണ്ട് അമൃത ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കൊണ്ടുപോയിട്ടുണ്ട് ഹാർട്ട്. അപ്പം അത് ഹാർട്ട് നമ്മുടെ തിയേറ്ററിൽ വന്നതിന് ശേഷമേ ഈ പേഷ്യൻറ്റിനെ ഓപ്പറേഷൻ ചെയ്യാവുള്ളൂ. ആദ്യം നമുക്ക് ഡോണറുടെ ഓപ്പറേഷൻ എങ്ങനെയാണ് ചെയ്യാൻ നോക്കാം. ഡോണർ ഹാർട്ട് എടുത്തിട്ട് ഡോണർ ഹാർട്ട് റിമൂവ് ചെയ്യും. അതായത് മീഡിയൻ സ്റ്റെർണോട്ടമി, അതായത് മധ്യഭാഗത്ത് ഒരു ഇൻസിഷൻ ഇട്ട്, ഏതായാലും പേഷ്യൻ്റ് ഹൃദയം എടുക്കുമ്പോൾ തന്നെ മരിച്ചു പോകും, പിന്നെ വലിയ കാര്യമില്ല. എന്നാലും മധ്യഭാഗത്ത് ഇൻസിഷൻ ഇട്ട് ചെസ്റ്റ് തുറന്നിട്ട്, അപ്പം നിങ്ങളുടെ ഈ ഹൃദയത്തിൻ്റെ അനാട്ടമിയെ പറ്റി ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഹൃദയത്തിന് 4 ചേമ്പറുണ്ട്. ഇടതുവശത്ത് ശുദ്ധരക്തവും വലതുവശത്ത് അസ്ഥരക്തമാണ്. അപ്പോൾ അത് വലതുവശത്തോട് തുടങ്ങാം. വലതുവശത്ത് ഏട്രിയം എന്ന് പറയുന്നതാണ് മുകളിലത്തെ ചേമ്പർ, ഏട്രിയം. ആ ഏട്രിയത്തിനകത്തോട്ട് സുപ്പീരിയർ വിനാക്കാവ, ഇൻഫീരിയർ വിനാക്കാവ എന്ന് പറഞ്ഞാൽ 2 വെയിൻ വരുന്നുണ്ട്. അത് ഇൻഫീരിയർ വിനാക്കാവ നമ്മുടെ അബ്ഡോമിൻ്റെ താഴെ നിന്നുള്ള അശുദ്ധരക്തവും, സുപ്പീരിയർ വിനാക്കാവ കഴുത്ത് തല ഭാഗത്തുള്ള ശുദ്ധരക്തമാണ് കൊണ്ടുവരുന്നത്, അശുദ്ധരക്തമാണ് കൊണ്ടുവരുന്നത്. ഇത് രണ്ടും റൈറ്റ് ഏട്രിയത്തിലാണ് വരുന്നത്. അപ്പം നമ്മളത് റിമൂവ് ചെയ്യുമ്പം ഈ റൈറ്റ് ഏട്രിയത്തിൽ വരുന്ന ഈ 2 വെയിനും കുറച്ച് നീട്ടിയിട്ട് മുറിച്ചാണ് എടുക്കുന്നത്. അതുപോലെ ലെഫ്റ്റ് വെൻട്രിക്കിളിൽ നിന്നാണ് പൾമണറി ആർട്ടറി പോകുന്നത്. അത് നേരെ ഹൃദയത്തിലോട്ട് ശ്വാസകോശത്തിലോട്ട് പോകും. അത് കഴിഞ്ഞ് ശ്വാസകോശത്തിൽ തിരിച്ച് പൾമണറി മെയിൻ ഹൃദയത്തിൻ്റെ ലെഫ്റ്റ് പിന്നീട് ചേമ്പറിൽ വരും, അപ്പർ ചേമ്പർ. അവിടെ വന്ന് അയോട്ട വഴി ശരീരത്തിൻ്റെ നാനാഭാഗം, പ്രധാനമായിട്ട് 4 ചേമ്പറിൽ നിന്ന് വെസൽസ് ഉണ്ട്. ഈ വെസൽസും കൂടെ ചേർത്ത് മുറിക്കണം. മുറിച്ച് ക്ലാമ്പ് ചെയ്തിട്ട് പിന്നീട് അത് ഈ ഹാർട്ട് നിന്ന് പോകാനുള്ള സൊല്യൂഷൻസ് വാങ്ങിക്കാൻ കിട്ടും. കാർഡിയോഫിലിക് സൊല്യൂഷൻ എന്ന് പറയും. ആ സൊല്യൂഷൻ ഐസ് കോൾഡ്, തണുപ്പിച്ച് മൈനസ് ഐസിനേക്കാൾ തണുത്ത ടെമ്പറേച്ചറിൽ ആക്കിയിട്ട് അതിനകത്ത് അല്ലെങ്കിൽ 4 ഡിഗ്രി ടെമ്പറേച്ചറിൽ അതിനകത്ത് ഇട്ട് ലൈവ് ആക്കണം. എന്നിട്ട് ഹാർട്ട് അങ്ങ് സ്റ്റോപ്പ് ചെയ്യും. ഇത് ഇടുമ്പോൾ തന്നെ ഹാർട്ട് അങ്ങ് സിസ്റ്റളി ഡയസ്റ്റളിയിൽ സ്റ്റോപ്പ് ചെയ്യിപ്പിക്കണം ഹാർട്ട്. എന്നിട്ട് ഈ ഹൃദയം എടുത്ത് നമ്മൾ ആ ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്ത് എത്രയും പെട്ടെന്ന് തിയേറ്ററിൽ എത്തിക്കണം. ആ ഡോണർക്ക് ഓപ്പറേഷൻ ചെയ്യുന്ന തിയേറ്ററിൽ ഈ ഹൃദയം എത്തിയതിന് ശേഷമേ ഓപ്പറേഷൻ തുടങ്ങാവുള്ളതാണ് ശാസ്ത്രം. ഇനി റെസിപ്പിയൻ്റ് എന്ന് പറഞ്ഞാൽ ഈ ആർക്കാണോ ഹൃദയം വെച്ച് പിടിപ്പിക്കുന്ന ആ ആളിന് നമ്മൾ ബൈപ്പാസ് ഹാർട്ട് അല്ലെങ്കിൽ മെഷീൻ, നമ്മൾ ഓപ്പൺ ഹാർട്ട് സർജറി ചെയ്യുന്ന എല്ലാ ടെക്നിക്കോടും കൂടി, ഞാൻ ബൈപ്പാസ് സർജറി ചെയ്യുന്നതിനെ പറ്റി ജസ്റ്റ് ഒന്ന് ഇട്ടിട്ടുണ്ട് ഒരു വീഡിയോ. ബൈപ്പാസ് സർജറി അപ്പോൾ ഹാർട്ട് അല്ലെങ്കിൽ മെഷീൻ വെച്ച് ബൈപ്പാസ് ചെയ്ത് നമ്മൾ അയോട്ട, സുപ്പീരിയർ വിനാക്കാവ, ഇൻഫീരിയർ വിനാക്കാവ എല്ലാം എടുക്കണം. കാര്യം ഈ ഹാർട്ട് അല്ലെങ്കിൽ മെഷീനിലോട്ട് കണക്ട് ചെയ്തിട്ട് ക്ലാമ്പ് ചെയ്യണം. എന്നിട്ട് 2 തരത്തിൽ ചെയ്യാം. ഒന്നുകിൽ ഈ ഹാർട്ട് എടുത്ത് മാറ്റിയിട്ട് പുതിയ ഹാർട്ട് വയ്ക്കാം. അതല്ല ചില ഡോക്ടർമാർ പഴയ ഹാർട്ട് അങ്ങനെ തന്നെ വെച്ചിട്ട് പുതിയ ഹാർട്ടും കൂടെ വയ്ക്കാം. അതിനേക്കാളും നല്ലത് ഈ ആ പേഷ്യൻറ്റിൻ്റെ ഹാർട്ട്, ഡിസീസ്ഡ് ഹാർട്ടോടെ വെച്ചിട്ട് കാര്യമില്ല, അതെടുത്ത് കളഞ്ഞിട്ട്, അതായത് ഓർത്തോടോപ്പിക് എന്ന് പറയും. ഓർത്തോടോപ്പിക് എന്ന് പറഞ്ഞാൽ ഈ പേഷ്യൻറ്റിൻ്റെ ഹാർട്ട് എടുത്ത് മാറ്റിയിട്ട് പുതിയ ഹാർട്ട് വെക്കുകയാണ് ഓർത്തോടോപ്പിക്. ഹെറ്ററോടോപ്പിക് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ പിഗ്ഗി ബാക്ക് എന്നും പറയും. അങ്ങനെയാണെങ്കിൽ ആ പഴയ ഹാർട്ട് അത് ഈ വെച്ചാൽ, അതിപ്പോൾ വളരെ റെയറായിട്ട് ചെയ്യുന്നുള്ളൂ. ആ പിന്നീട് ഈ പുതിയ ഹാർട്ട്, ഫങ്ഷനിങ് ഹാർട്ടാണ് വെക്കുന്നത്. ഇനി അത് ബ്രെയിൻ ഡെത്തായ പേഷ്യൻ്റാണ്. ഈ ഹാർട്ട് അപ്പോഴും മരിച്ചിട്ടില്ല. അത് ഈ
സൊല്യൂഷനകത്ത് ഇട്ടിരിക്കുകയാണ്. അത് ഓപ്പൺ ഹാർട്ട് സർജറിയുടെ പ്രൊസീജിയറാണ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം ചെസ്റ്റ് വാൾ ഓപ്പൺ ചെയ്യണം. എന്നിട്ട് ഹാർട്ട് റിമൂവ് ചെയ്യാൻ നേരത്തെ അയോട്ട ക്ലാമ്പ് ചെയ്യുക. അത് കഴിഞ്ഞ് സുപ്പീരിയർ വെന കവ ഇൻഫീരിയർ വെന കവ ക്ലാമ്പ് ചെയ്യുക. ബാക്കി വെസൽസ് എല്ലാം ക്ലാമ്പ് ചെയ്തിട്ട് അതിനകത്ത് ഈ കാർഡിയോ അത് എടുത്ത് മാറ്റിയിട്ട് ഇത് വെച്ചിട്ട് പിന്നീട് ഈ ഡോണറിൻ്റെ ഹാർട്ട് എടുക്കുമ്പം ഈ കുറച്ച് അതുപോലെ ഇതിൻ്റെ ഏട്രിയം നമ്മൾ ഒരാൾ കുറച്ച് വെച്ചേക്കും. ഏട്രിയം മൊത്തം ഹാർട്ട് എടുക്കുമ്പോൾ ഏട്രിയം കൂടെ വെച്ചേക്കും. അപ്പോൾ ആ ഏട്രിയവും അയോട്ടയും കൂടെ വെച്ചേക്കും. അപ്പോൾ ആ അയോട്ടയിലോട്ട് കണക്ട് ചെയ്താൽ മതി മറ്റേ അയോട്ട. അതുപോലെ പൾമണറി ആർട്ടറിയിലോട്ട് കണക്ട് ചെയ്താൽ അപ്പോൾ ബ്ലഡ് വെസൽസും കൂടെ നമ്മൾ ഡോണറുടെ കയ്യിൽ നിന്ന് ഹാർട്ട് എടുക്കുമ്പം അതിൻ്റെ നീളത്തിന് കുറച്ച് അയോട്ട ബ്ലഡ് തെക്കോട്ടും എല്ലാം കൂടെ ചേർത്താണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ഹാർട്ട് അതുപോലെ തന്നെ ഏട്രിയത്തിൻ്റെ കുറച്ച് ഭാഗം കൂടെ എടുക്കണം. അപ്പോൾ ഏട്രിയം തെച്ച് പിടിപ്പിക്കാൻ എളുപ്പമുണ്ട്. ഏട്രിയം വെച്ച് പിടിപ്പിക്കും. പിന്നീട് എല്ലാ രക്തക്കുഴലും വർക്ക് ചെയ്യിപ്പിച്ചിട്ട് ഈ ഹാർട്ടിലെങ്ങനെ മെഷീനിലോട്ട് കണക്ട് ചെയ്തിരിക്കുന്ന അതിൽ നിന്ന് മാറ്റി നേരിട്ടുള്ള ഈ ഹൃദയത്തിലോട്ട് കൊടുക്കുകയും പിന്നീട് ഇലക്ട്രിക് ഷോക്ക് കൊടുത്ത് ഈ ഹാർട്ട് നമുക്ക് വീണ്ടും പ്രവർത്തിപ്പിക്കാൻ പറ്റും. ഓപ്പറേഷൻ കഴിഞ്ഞ് കുറച്ച് സമയം കഴിയുമ്പോൾ തന്നെ ബ്ലഡ് ഇതിനകത്തോട്ട് മെഷീൻ ഇത് വരികയും പിന്നെ അതിന് മുമ്പ് ഹെപ്പാറും കൊടുക്കും ബ്ലഡ് ക്ലോട്ട് ചെയ്യാതിരിക്കാവുന്നത്. അപ്പോൾ എല്ലാ മേജർ വെസൽസും അറ്റാച്ച് ചെയ്യണം. അത് കഴിഞ്ഞ് ഹാർട്ടിൻ്റെ ആ ലെഫ്റ്റ് ഏക്യു എല്ലാം വെച്ച് ഫിറ്റ് ചെയ്ത് ശരിയാക്കിയതിന് ശേഷം ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ ബ്ലഡ് അതിനകത്തോട്ട് വരികയും ചിലപ്പോൾ ഒരു ഇലക്ട്രിക് ഷോക്ക് കൊടുക്കുമ്പം ഈ ഹാർട്ട് വർക്ക് ചെയ്യാൻ തുടങ്ങുകയും ചെയ്യും. ഏതാനും മിനിറ്റുകൾക്കകം ഈ ഹാർട്ട് പ്രവർത്തിച്ചു തുടങ്ങും. ഇനി ഇതിന് അപ്പോൾ പേഷ്യൻറ്റിനെ കുറച്ച് ദിവസം നമ്മൾ 2 3 ദിവസം അതിനകത്ത് ഒരുപാട് ഡ്രെയിനേജൊക്കെ കാണും. ഒന്ന് ഓപ്പൺ ഹാർട്ട് സർജറി ഡ്രെയിൻ കാണാം, അകത്തുനിന്ന് ഫ്ലൂയിഡ് കാണും, ലങ്സിനകത്ത് ചിലപ്പോൾ എയർ കയറാം. അപ്പോൾ 2 3 ട്യൂബ് വിടുകയൊക്കെയായിരിക്കും. പേഷ്യൻറ്റിന് 3-4 ദിവസം ICU വിളിച്ച് 2 3 ദിവസം കിടത്തിയേക്കും. അത് കഴിഞ്ഞിട്ടായിരിക്കും റൂമിലോട്ട് മാറ്റുന്നത്. പിന്നെ ഫിസിക്കൽ റിഹാബിലിറ്റേഷൻ, പിന്നെ വേറെ ഒരുപാട് മരുന്നുകൾ, ഇമ്മ്യൂണോ സപ്രസൻസ് എല്ലാം കൊടുക്കണം. അത് കഴിഞ്ഞതിൻ്റെ കോംപ്ലിക്കേഷൻസിലോട്ട് നോക്കാം. ഒന്ന് ഫെയിലിയർ ഓഫ് ദി ഡോണർ ഹാർട്ട്, ആ ഡോണർ ഹാർട്ട് വർക്ക് ചെയ്യാതിരിക്കുക. 2 ഏറ്റവും കോമൺ ആയിട്ടുള്ളതെന്നല്ല റിജക്ഷനാണ്. റിജക്ഷൻ എന്ന് പറഞ്ഞാൽ പിന്നീട് ഇതിൻ്റെ ബ്ലഡ് ഗ്രൂപ്പ് നമ്മൾ നോക്കും, എല്ലാം നോക്കും. എന്നാൽ എന്തെങ്കിലും ഒരു ഇൻകമ്പാറ്റബിലിറ്റി ഉണ്ടെങ്കിൽ നമ്മുടെ ശരീരം അതൊരു ഫോറിൻ സബ്സ്റ്റൻസ് ആയിട്ടാണ് കണക്കാക്കുന്നത്. ഒരു ഫോറിൻ സബ്സ്റ്റൻസ് നമ്മൾ വരുമ്പോൾ ശരീരം ഇമ്മ്യൂണോളജിക്കൽ മെക്കാനിസം ആയിട്ട് അതിനെ റിജക്റ്റ് ചെയ്യാൻ ശ്രമിക്കും. ആ റിജക്റ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടി സൈക്ലോസ്പോറിൻ വേറെ സ്റ്റീറോയിഡ്സ് പോലത്തെ മരുന്നുകൾ റിജീം അനുസരിച്ച് കൃത്യമായിട്ട് പേഷ്യൻറ്റിന് കൊടുക്കും. പിന്നെ ഭാവിയിൽ ചിലപ്പോൾ കൊറോണറി ആർട്ടറി ഡിസീസ് ആ പേഷ്യൻറ്റിന് വരാൻ സാധ്യതയുണ്ട്. ഒക്കെ പിന്നെ ഇൻഫെക്ഷൻ വരാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഒരുപാട് കോംപ്ലിക്കേഷൻസ് ഉണ്ട്. നമ്മൾ വിചാരിക്കും പോലെ തന്നെ പിന്നീട് ഇപ്പോഴേ അമേരിക്കയിൽ 3500 കേസൊക്കെയാണ് ഒരു മാസം ചെയ്യുന്നത്, ഒരു വർഷം ചെയ്യുന്നത്. അതിൻ്റെ സർവൈവൽ റേറ്റ് എന്ന് പറയുന്നത് 15 വർഷത്തിൽ കൂടുതൽ ജീവിച്ചിരിക്കുന്ന 80% ആളുകൾ കാണുമെന്നാണ് അവർ പറയുന്നത്. ഇത് നമുക്ക് കേരളത്തിൻ്റെ സ്ഥിതി നോക്കാം. കേരളത്തിൽ ആദ്യമായിട്ട് ജോസ് ചാക്കോ പരിയാപുരം എന്ന് പറയുന്ന ഡോക്ടർ 2003 കൊച്ചിൻ മെഡിക്കൽ ട്രസ്റ്റിൽ ഓപ്പറേഷൻ ചെയ്ത് സക്സസ് ആയിട്ടുണ്ട്. അത് കഴിഞ്ഞതിന് ലൈഫ് സേവിങ് ആണ്. വേറെ അതിനുശേഷം കോട്ടയം മെഡിക്കൽ കോളേജിൽ 2015 ചെയ്തിട്ടുണ്ട്. പിന്നെ വേറെ ഒരുപാട് ലൈസൻസ്ഡ് ആയിട്ടുള്ള സെൻറ്റേഴ്സ് ഉണ്ട്. ലേക്ക് ഷോർ ഹോസ്പിറ്റലുണ്ട്, കിംസ് ഹോസ്പിറ്റലുണ്ട്, ആസ്റ്റർ മെഡിസിറ്റി ഉണ്ട്, ആസ്റ്റർ കിംസ് ഉണ്ട്, കാരിത്താസ് ഹോസ്പിറ്റലുണ്ട്. അങ്ങനെ കേരളത്തിൽ ഒരുപാട് സെൻറ്റേഴ്സ്, നോർത്ത് സോണിലും മിഡ് സോണിലും സൗത്ത് സോണിലും ഒക്കെ ഒരുപാട് സെൻറ്റേഴ്സ് ഉണ്ട്. ഇത് ഏറ്റവും വലിയ കുഴപ്പമെന്ന് പറയുന്നത് ഈ ഹൃദയം ആ പേഷ്യൻറ്റിന് യോജിച്ച തരത്തിലുള്ള ഹൃദയം ലഭിക്കുക എന്നുള്ളതാണ്. അത് നമ്മുടെ ഗ്രൂപ്പിലുള്ള നമുക്ക് സൈസാവുന്ന ഹൃദയം ഒരാൾ മരിക്കണം, ആ ആളിൻ്റെ ബൈസ്റ്റാൻഡേഴ്സ് അതായത് റിലേറ്റീവ്സ് തരാൻ വില്ലിങ്ങായിരിക്കുകയും ഈ പേഷ്യൻറ്റിനെ ഒരു ഹാർട്ട് അതായത് റിസിപ്പിയൻറ്റിനെ ഏതെങ്കിലും ഒരു ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യാൻ സൗകര്യമുള്ള ഒരു ആശുപത്രിയിലായിരിക്കുമല്ലോ കിടത്തിയിരിക്കുന്നത്. അപ്പം ഉടൻ തന്നെ ഈ പേഷ്യൻ്റ് മരിച്ചാൽ ഉടൻ തന്നെ ഏതാനും മണിക്കൂർ 1-2 മണിക്കൂറിനകത്ത് തന്നെ ഈ ഹൃദയത്തിൻ്റെ ലഭ്യത അതിന് എയർ ആംബുലൻസ് ഒക്കെ വന്നതിന് ശേഷം ഇപ്പോൾ അതിന് ചാൻസ് കൂടുതലാണ്. പിന്നെ റോഡ് ട്രാഫിക് ആക്സിഡൻറ്റ് ഒരുപാടുള്ളതുകൊണ്ട് ഇപ്പോൾ കേരളത്തിൽ ഒരുപാട് നടക്കുന്നു. ഇത്രയാണ് എനിക്ക്. അപ്പം നമ്മൾ വിചാരിക്കും പോലെയല്ല, ഒരുപാട് രൂപ ചിലവുള്ള കാര്യമാണ്. ഇത് എക്സാക്ട് എമൗണ്ട് എന്ന് നിങ്ങൾ അമേരിക്കയിലൊക്കെ ആണെങ്കിൽ ഒരു 1.5 മില്യനൊക്കെയാണ് ആവുന്നത് ഡോളർ. 1.5 മില്യൺ ഡോളറാണ് അമേരിക്കയിൽ. കേരളത്തിൽ എത്രയാണ് ചാർജ് എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, നമ്മൾ തിരക്കിയിട്ടില്ല. എന്നാലും ഒരു വളരെ കോംപ്ലിക്കേറ്റഡ് സർജറിയാണ്. കാര്യം ഒരുപാട് ടീം ഓഫ് ഡോക്ടേഴ്സ് വേണം, അതിന് പ്രത്യേക അനസ്തറ്റിസ്റ്റ് വേണം, പിന്നെ ഈ മെഡിക്കൽ ബയോടെക് മെഡിക്കൽ ഉള്ള ഒരു എഞ്ചിനീയർ വേണം. കാര്യം ഹാർട്ട് ലങ് മെഷീൻ്റെ പ്രവർത്തനമൊക്കെ നിരീക്ഷിക്കാൻ.
അങ്ങനെ ഒരു ടീം വർക്കാണത്. എക്സ്പെർട്ടായിട്ട് അപ്പം ഓരോ സ്ഥലത്തും എത്ര കേസ് ചെയ്തു, എത്ര സർവേകളുടെ എണ്ണം നോക്കിയിട്ട് വേണം ഈ ഹോസ്പിറ്റൽ സെലക്ട് ചെയ്യാൻ. ഈ കേരളത്തിൽ ഇപ്പോൾ സർവ്വസാധാരണമായി ചെയ്യുന്ന ഒരു ഓപ്പറേഷനാണ് പിന്നീട് ഈ ഹാർട്ട് ട്രാൻസ്പ്ലാന്റ്. ഒരു 1967 ശേഷം 1983 ശേഷമാണ് ഇത് കൂടുതൽ വ്യാപകമായാൻ തുടങ്ങിയത്. ഇത്രയുമാണ് എനിക്ക് ഹാർട്ട് ട്രാൻസ്പ്ലാന്റേഷനെ കുറിച്ച് നിങ്ങളോട് സംസാരിക്കാനുള്ളത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു വെരി മച്ച്.